ശാലിനി ഉം. ശ്യാമയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞില്ലേ മോളെ? ആ കഴിയുന്ന ആന്റി. നിങ്ങളിൽ മൂത്ത ആളല്ലേ നിൽക്കുന്നേ? ശാരിക. അല്ല, ഏതാ പയ്യൻ? അത് രോഹിത് ആന്റി. വിഷ്ണുവേട്ടന്റെ സ്വന്തം അനിയനെ പോലെയാ. അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത ആളാ. ഞങ്ങളുടെ വീട്ടിലാ താമസം. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാ? എന്റെയും വിഷ്ണുവേട്ടന്റെയും വീട്ടില്. സത്യമ്മ സ്വന്തം മകനെ പോലെയാ രോഹിത്തിനെ കാണുന്നേ. എന്താ ആന്റി? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ രോഹിത് ഓർക്കുന്നുണ്ടോ അന്ന് കുടുംബശ്രീ ഹോട്ടലിൽ ചായ കുടിക്കാൻ വന്നത്? അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തുറന്നു സംസാരിച്ചു. അത് കേട്ടോണ്ടാ അമ്മ കയറി വന്നത്. അത് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ട്. അന്നമ്മ വിചാരിച്ചത് എന്താണെന്നറിയോ? നമ്മൾ ഉടനെ തന്നെ പ്രേമിക്കുകയും നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കുകയും ചെയ്യുമെന്നാ. അമ്മ എങ്ങനെ വിചാരിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് അടുത്തിടപഴകുകയും പെരുമാറുകയൊക്കെ ചെയ്തു കേട്ടോ. ഓർക്കുന്നുണ്ട്. ആ ഇത് മതി, ഇത് ധാരാളം മതി. ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ക്ലേശിക്കും. ഇവളുടെ ഇളക്കമൊക്കെ ഇന്ന് തന്നെ അങ്ങ് തീർത്തേക്കാം. അമ്മ വിചാരിച്ചത് എന്താണെന്നറിയോ? നമ്മൾ ഉടനെ തന്നെ പ്രേമിക്കുകയും നമ്മൾ രണ്ടാളും കല്യാണം കഴിക്കുകയും ചെയ്യുമെന്നാ. ആ ഓഡിയോ നല്ല ക്ലിയറാ. ഞാനിവിടെ ഒന്ന് നോക്കട്ടെ സുസ്മിത. അതെ, കല്യാണത്തിന്റെ വീഡിയോഗ്രാഫറെ ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഇവിടെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നേ? അത് പിന്നെ ഞാൻ ഈ അമ്പലത്തിന്റെ ദൃശ്യഭംഗിയൊക്കെ. ദൃശ്യഭംഗി മോവാ തൊലി. എന്റെ ഫോൺ എന്തി കാണിച്ചേ? എത്ര ലക്ഷത്തിന് ഫോണാന്നറിയോ? നീ എത്ര ലക്ഷം മുടക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സുസ്മിതേ. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള ടിക്കറ്റ് അല്ല ഇത്. ഈ പരാതി ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. മറുപടി ഞാൻ അവിടെ ഒന്നും ബോധിപ്പിച്ചോളാം. നിന്നെ ഞാൻ കാണിച്ചു തരാടി.